ഹലോ, ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ സ്കിൻ കെയർ റൂട്ടീനോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എന്നെയും കൊണ്ട് ഒരു ഡെസേർട്ട് കഴിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേ. അതിൻ്റെ ഒരുക്കത്തിലാട്ടോ ഞാൻ. എന്നെ കണ്ടിട്ട് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ലെങ്കിലും ഉള്ളിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഫേ പോകാൻ വേണ്ടി ഇറങ്ങി. മഴയൊന്നും ഇല്ല കേട്ടോ. അതെന്തായാലും ഭാഗ്യമായി. പക്ഷേ ട്രാഫിക് ഉണ്ട്. ട്രാഫിക് ഉണ്ട്, നല്ല ട്രാഫിക്. ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കും. കഫേ പോയി എൻജോയ് ചെയ്യല്ലേ. അതെ അതെ. ഏത് കഫേയിലാ പോകുന്നേ? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്തത്. എനിക്കും അറിയില്ല. നമുക്ക് കവടിയാർ പോയി നോക്കാം, നമ്മുടെ മെയിൻ സ്പോട്ട്. അതെ, ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. കാരണം ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങള് കട ഏതാന്ന് കണ്ടുപിടിച്ചു. സ്മൂച്ചാണ് പോകുന്നത് നമ്മളെ. എന്റെ വിഷ് ലിസ്റ്റിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് സ്മൂച്ചോ. അവിടെ എന്തൊക്കെയല്ലേ കിട്ടുന്ന, നല്ല ടേസ്റ്റ് അവിടുത്തെ ഡെസേർട്സ്. എടി പറയടി, ഞാനാണ് നിന്റെ കെട്ടിയതെന്ന്. അതെല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം, നമ്മൾ എത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. ഇതാണ് എന്റെ ഹസ്ബൻഡ്. അതെ, നമ്മൾ അങ്ങനെ സ്മൂച്ചോയിൽ എന്തോ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അറിയില്ല എന്തൊക്കെ അവിടെ. നോക്കാം. നമ്മൾ സെലക്ട് ചെയ്തതാ ഇതാട്ടോ, പിസ്ത വൈറ്റ് കുനാഫ. നോക്കട്ടെ എത്രയായി. 249 ഒരെണ്ണ കേട്ടോ പറഞ്ഞേക്കുന്നേ. അപ്പം നമ്മുടെ പിസ്ത വൈറ്റ് കുനാഫ വന്നു. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തി. കണ്ടിട്ട് നല്ല അടിപൊളിയാന്ന് തോന്നുന്നു. കഴിച്ചു നോക്കണം. കഴിച്ചോ കേട്ടോ, പിസ്തയിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇതുണ്ടോ? കഴിച്ചോളൂ. എങ്ങനെയുണ്ട്? നീ കഴിക്കണ്ട, കാരണം ഇത് കഴിച്ചാൽ നീ ഫുള്ള് കഴിക്കും. എനിക്കൊന്നും കിട്ടൂല. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാ. അപ്പൊ ഞാനും കൂടി കഴിച്ചു നോക്കട്ടെ. ഇത് ഫുള്ള് കഴിക്കാനോ? എനിക്ക് തരൂലേ? എങ്ങനെയുണ്ട്? ഭയങ്കര ടേസ്റ്റ്. എക്സ്പ്രഷൻ നോക്കട്ടെ. ഞാനിപ്പോ എന്താ പറയാ, നല്ല മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. നല്ല ടേസ്റ്റ്. അങ്ങനെ അവസാനത്തെ ബൈറ്റും എടുത്ത് അഞ്ജിത ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇതിൽ ഐസ്ക്രീം ഉണ്ട് കേട്ടോ. എനിക്കില്ല ഏറ്റവും ഇഷ്ടം ഇവരുടെ ആ പിസ്ത ക്രീമാ. വേറെ ഒരു സ്ഥലത്തും ഇല്ല. മറ്റേ വൈറ്റ് ചോക്ലേറ്റ് മാത്രമല്ല, ഐസ്ക്രീമും കേക്കും കൂടെ എന്തോ അല്ലേ? കേക്കും ഉണ്ട്, പിന്നെ ചെറിയ കുറച്ച് ചോക്ലേറ്റും ഉണ്ട്. എനിക്ക് ശരിക്കും ക്രീമാട്ടോ ഇഷ്ടം. ഐസ്ക്രീം ഇതിൽ ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല. ക്രീം ആണെങ്കിൽ അത്രയും മധുരം ഉണ്ടാവില്ല. ഇതിപ്പോ ഈ ഐസ്ക്രീമും കൂടി ഇട്ടപ്പോഴാ മധുരം. ഇതിന്റെ മുകളിൽ ഒരു തുണിക്കട. വടിച്ച നക്കി എടുക്കുകയാണല്ലേ. ഇത് ഇപ്പോഴെല്ലാം കഴിക്കാൻ പറ്റൂ. ഇനി നമ്മൾ ഇവിടെ അങ്ങനെ വരൂലല്ലോ. അതെന്ത്? ഞാൻ വരും. ഞാനിതിപ്പോ കഴിച്ചു. എന്റെ മുഖത്തെ കുരുവൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കൂടും. ഞാൻ ഇതൊക്കെ നിർത്തിയതാണ്. ഒരു കൊതിക്കല്ലേ നീ? പിന്നെ ഇപ്പൊ ഒരു മഴയൊക്കെ അല്ലേ. ഇനിയും കൊതി ഇങ്ങനെ വരട്ടെ. നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം അല്ലേ? അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കുവാണ്, കഫേ മോജോ. ഇവിടെ തായ്, ചൈനീസ്, കോണ്ടിനെൻ്റൽ ഫുഡ്സ് ആട്ടോ കിട്ടുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ വന്ന പോലെ തോന്നുന്നു. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫിൽഡ് ആയിരുന്നേ. ഭാഗ്യത്തിന് ഒരു സീറ്റ് ഒഴിവുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ കയറിയിരുന്നു. ഇരുന്നപ്പോൾ തന്നെ വെയിറ്റർ മെനു കാർഡ് കൊണ്ട് ടേബിളിൽ കൊണ്ടുവച്ചു കേട്ടോ. സാധാരണ മറ്റ് റെസ്റ്റോറൻറ്റ്സിൽ പോവുകയാണെങ്കിൽ ഒരു മെനു കാർഡേ കിട്ടാറുള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് ഏതാന്നൊക്കെ തീരുമാനിച്ചു. ഞാൻ ഒരു കോണ്ടിനെന്റൽ ആട്ടോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബീഫ് പെപ്പർ റെഡ് വൈൻ. അതിൻ്റെ അകത്ത് റെഡ് വൈൻ കിട്ടും. അത് വെച്ചാ എനിക്കത് കണ്ടപ്പോ
കൊള്ളാന്ന് തോന്നി. പിന്നെ ഷെൽട്ടൻ ഒരു തായ് കോംബോ, പെനാങ് കറി ബീഫ്, ഇതൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോ വരുമ്പോ അതിന്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മളൊരു സൂപ്പ് പറഞ്ഞിട്ടുണ്ട്, ക്രാബിന്റെ അല്ലേ, ക്രാബ്. എനിക്ക് ക്രാബ് ഇഷ്ടമല്ല, പക്ഷെ ഞാനൊരു ഡ്രാമ കണ്ടോണ്ട് അതിന്റെ അകത്ത് അവര് ഇതുപോലെ ഒരു ക്രാബ് സൂപ്പ് കുടിക്കുന്നത് കണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു കൊതി. ഇനി ഡ്രാമ അതിലൊക്കെ കാണുന്ന ഫുഡൊക്കെ അതില് ഇനി ചില മീറ്റ് അവര് കഴിക്കുന്നതാണോ കൊതിയോ, അതൊക്കെ ഇനി അതില് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, എന്നാലേ നീ എല്ലാം കഴിക്കും. ഓക്കെ, അപ്പൊ ഫുഡ് വരുമ്പോ നമുക്ക് കാണാം. ശരി. പിടിച്ചു നോക്ക്, ചൂടില്ല. ചൂട് എങ്ങനെയുണ്ട്? കൊള്ളാം. ചൂട് കൊള്ളാം. എനിക്ക് അങ്ങനെ ഈ ക്രാബിന്റെ ഒരു ചൊവ എനിക്ക് ഇഷ്ടമല്ല. ഇതിലോ ഉണ്ടോ? അതില്ല. അങ്ങനെ എൻ്റെ ഫുഡ് എത്തി. ഇതിലെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാവേ. ഈ കാണുന്നത് റെഡ് വൈൻ മിക്സ് ബീഫ് കറിയാട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രൈഡ് റൈസ് തന്നിട്ടുണ്ട്, പിന്നെ 2 ഗാർലിക് ബ്രെഡും ഒപ്പം കുറച്ച് വെജീസും തന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാട്ടെ എൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന്. ഇതാട്ടോ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത്. ഇത് തായ് ഫുഡാട്ടോ. ഇതിൽ വൈറ്റ് റൈസ് ആണുള്ളത്, പിന്നെ എൻ്റെ പോലെ തന്നെ ബീഫും വെജീസും ഉണ്ട്. കൊള്ളാവോ? ചോറും ചിക്കൻ കറി കഴിക്കുന്നു. തായ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ക്രീമി ടേസ്റ്റ് ഉണ്ട് ചിക്കൻ. ആണോ? ചിക്കൻ അല്ലല്ലോ, ബീഫ് അല്ലേ? സോറി, ബീഫ്. ഞാൻ ബീഫ് കഴിച്ചില്ല, മനസ്സിൽ ചിക്കനാണ്. ക്രീമി ടെക്സ്ചർ ആണ്, നല്ലത്. എപ്പടി കൊള്ളാട്ടോ. പിന്നെ കോണ്ടിനെന്റൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഫ്രൈഡ് റൈസും ബീഫ് കറിയും വെജീസും ആയിരുന്നല്ലോ. അതെ, ഏത് രാജ്യത്ത് പോയാലും നമുക്കിനി ഫുഡ് കഴിക്കാം. നമ്മൾ കൈവച്ചേ കഴിക്കും. ഇതല്ലേ സുഖം. ഞാനങ്ങനെ ഫിനിഷ് ചെയ്തു. എന്ത് കഴിച്ചു കഴിഞ്ഞില്ലേ? എന്ത് പറ്റി? സാധാരണ ഞാൻ കഴിച്ചു കഴിയുന്നതിന് മുന്നേ കഴിക്കുമായിരുന്നു. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി മാത്രമല്ല, ഇത് ഈ ഡിഷ് ഞാൻ മട്ടന്റെ വെച്ചിട്ടുണ്ട്. മട്ടൻ കറി ഉണ്ടാക്കിയിട്ട് അതിന് ഈ ഒരു ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മ. ഇത്രയും തേങ്ങയുടെ ഒരു ഇതുണ്ട്, കുറച്ച് കൂടുതലാണ് എന്റെ തേങ്ങയുടെ ഫ്ലേവർ. മാഗിയുടെ കോക്കനട്ട് പൗഡർ കറക്റ്റ് ടേസ്റ്റ്. പക്ഷെ ഷെൽട്ടൻ ഉണ്ടാക്കിയ മട്ടൻ കറി ഇല്ലേ, അതേപോലെ ഇത്രയും ആ ഫ്ലേവർ എടുത്ത് കാണിക്കുന്നേ. എനിക്ക് ഇത്തിരി പാട്ട് കഴിക്കാം. നമ്മളൊരു മാംഗോ ജ്യൂസും പറഞ്ഞേ, കാരണം മാംഗോ സീസൺ ഒക്കെ ഇനി കഴിയാൻ പോവാണല്ലോ അല്ലേ. നമ്മുടെ ലാസ്റ്റ് മാംഗോ ജ്യൂസ് കുടിക്കുന്നത്. അങ്ങനെ എന്റെ ഷെൽട്ടൻ ഇത് തീർത്തിരിക്കുന്നു. എങ്ങനുണ്ട് തീർത്തപ്പോൾ? എങ്ങനുണ്ട് തീർത്തപ്പോൾ? തീർത്തു. അവർ പ്ലേറ്റ് എടുത്തോണ്ട് പോയി. സോറി, എനിക്ക് മാംഗോ ജ്യൂസ് കുടിക്കണം എന്നുണ്ട്, പക്ഷെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് കുടിക്കണ്ട. എന്താണ് ഞാൻ കുടിക്കണ്ടാത്തത്? ഷോർട്ട് എടുക്കണം, അതുകൊണ്ടാണ്. ശരിക്കും എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ഈ മാംഗോ ജ്യൂസ് കുടിക്കാട്ടോ, കാരണം ഷോർട്സ് എടുക്കുന്ന സമയാട്ടോ. ഷോർട്സ് എടുക്കുന്നു, അപ്പൊ ഞാനാണല്ലോ ടേസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് കുടിക്കാം. അപ്പൊ ഞാൻ കുടിച്ചിട്ട് വരാം. എനിക്ക് അതിന്റെ ക്ഷമയില്ല ഇനി.
എന്താ വെച്ചാൽ നല്ല ഒറിജിനൽ മാംഗോ ആട്ടത്. വലിയ മധുരം ഒന്നുമില്ല. മധുരം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആണോ? ആ മാംഗോ പൾപ്പില്ലേ അത് തന്നെ. അത് വീഡിയോയിൽ കാണുമ്പോ മനസ്സിലാവും. ഞാൻ പറയുന്നു ഇത് നാച്ചുറൽ ആട്ടോ. ഈ ജ്യൂസ് പക്കാ നാച്ചുറൽ. ഞാൻ വേറൊരു സ്ഥലത്തൊന്നും ഇത്ര നാച്ചുറൽ ആയിട്ട് കുടിച്ചിട്ടില്ല. ആണോ? നമ്മൾ ഒരു തവണ പണ്ട് മാംഗോയോ പൈനാപ്പിൾ എന്തോ അങ്ങനെ കുടിക്കാൻ പോയിട്ട് അവര് തന്ന എന്താ പറയാ അതിന്റെ സിറപ്പ് ഓർക്കുന്ന എങ്ങനെയോ കുടിച്ച് തീർത്തു. ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. ഇനിയിപ്പോ അടുത്തത് ഒരു ഷോർട്സ് എടുക്കുന്നില്ല. ഷോർട്സ് എടുക്കുന്നില്ല. എങ്ങനെയുണ്ട്? കറക്റ്റ് മാംഗോ പൾപ്പ് തന്നെ കിട്ടി. പൾപ്പല്ലേ? ടുഡേ സ്പെഷ്യൽ എന്ന് എഴുതിയിരുന്നപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഒറിജിനൽ സാധനം കിട്ടുമെന്ന്. അവസാനം ഫ്രഷ് മാംഗോ. ശരിക്കും ഫ്രഷ് മാംഗോ ജ്യൂസ് തന്നെയാട്ടോ ഇത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ഫുഡ് സ്പോട്ടിലൊന്നും പോണില്ല. കഴിഞ്ഞു. ശരിക്കും നമ്മള് ഫുഡ് കഴിച്ചിട്ടായിരുന്നു ഡെസേർട്ടിന്റെ അടുത്ത് പോകണ്ടേ. പക്ഷെ നമ്മൾ ആദ്യം അത് കഴിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ നൈറ്റ്. കൊള്ളായിരുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്ക് സഡൻ പ്ലാൻ ഒക്കെ ഇട്ടിട്ട് വെറുതെ ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല രസമാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അങ്ങനെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ, പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ. ഓക്കേ, എല്ലാവർക്കും ബൈ.